യഹോവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. പെറ്റമ്മയേക്കാൾ നമ്മെ ഉറ്റു സ്നേഹിക്കുന്ന മഹാദൈവത്തിന്റെ ധന്യനാമം മേൽക്കുമേൽ മഹത്വപ്പെടട്ടെ. സത്യവചനത്തിന്റെ മാധുര്യം ഏറെ ഇഷ്ടപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. എളി ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ തൽപരരായ ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനും മഹാദൈവം പ്രതിഫലം നൽകി കുഞ്ഞുങ്ങളെ നിങ്ങളെ ആദരിക്കട്ടെ. ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. അതിന്റെ 12-ാം വാക്യമാണ് ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ ഉപദേശിക്കണം. പ്രാർത്ഥന ജീവിതപ്രദമാക്കിയ ദൈവപൈതലിനെ ആരും അറിയത്തില്ലെങ്കിലും ലോകമറിയുന്നില്ലെങ്കിലും ദൈവം നല്ലവണ്ണം അറിയുന്നു. ദൈവത്തിന് മഹത്വം. വിശുദ്ധന്റെ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമല്ല, പുതുക്കപ്പെട്ട മനസ്സോട് തളിക്കപ്പെട്ട ഹൃദയത്തോട് നിത്യരാജ്യ പ്രവേശനം ധാരാളമായി പ്രാപിക്കണം. അതിനുവേണ്ടിയും കൂടിയാ. പഴയ വിശുദ്ധന്മാരുടെ ചില പ്രാർത്ഥനകൾ നോക്കുക. ഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാത്തുകൊള്ളണം. കർത്താവെ, എന്നെ ശോധന ചെയ്ത് എന്റെ നിലവുകളെ അറിയണം. എന്നെ പരീക്ഷിച്ച് എന്റെ ഹൃദയത്തെ അറിയണം. കർത്താവെ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണം. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകണം. വിശുദ്ധിക്കു വേണ്ടി കൊതിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത്. സ്തോത്രം. മോശയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. 80-ാം വയസ്സിൽ ഹോരേബിൽ കത്തിയ അഗ്നിയുടെ നടുവിലിറങ്ങി വന്ന് കർത്താവ് നൽകിയ നിയോഗം മോശ ഏറ്റെടുത്തപ്പോൾ അവൻ ജനത്തിന്റെ നായകനും നടത്തിപ്പുകാരനുമായി മാറി. മകളെ, ദൈവിക നിയോഗം ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ അമ്മായിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ട് അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. അപ്പന്റെ ആടിനെ, അവൻ സ്വർഗീയ പിതാവിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ദൈവം നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ മോശയുടെ പ്രാർത്ഥന മരുഭൂപ്രയാണത്തിൽ അവൻ മുഴങ്കാലിലിരുന്നും മണ്ണിൽ വീണ് കിടന്നും സ്വർഗത്തിലേക്ക് കൈയുയർത്തിയുമൊക്കെ നടത്തുന്ന നിരവധി പ്രാർത്ഥന തിരുവചനത്തിൽ കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ ദൈവകോപത്തിൽ നിന്ന് വിടുവിക്കാനുള്ളതായിരുന്നു തന്റെ പ്രാർത്ഥനയിൽ ഏറിയ പങ്കും. സ്തോത്രം. സത്യദൈവത്തെ ആരാധിക്കാനായി വിളിച്ചു വേർതിരിച്ച ജനം കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ, മിഥ്യാമൂർത്തിയെ ആരാധിക്കാൻ തിരിഞ്ഞപ്പോൾ ഈ ജനം ദൈവക്രോധാഗ്നിയിൽ നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ മോശ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പുറപ്പാട് 32:32. ദൈവമേ, നീ ജനത്തെ നശിപ്പിക്കുന്നെങ്കിൽ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം. അതിനുള്ള മറുപടി, ദൈവം എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കർത്താവ് അംഗീകരിച്ചപ്പോൾ നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി. അത് സത്യമാണ്. എന്നാൽ പാപത്തിൽ വീണ്ടും തുടരുകയാണെങ്കിൽ, വീണ് കിടക്കുകയാണെങ്കിൽ, മുങ്ങിക്കിടക്കുകയാണെങ്കിൽ എഴുതിയ കൈകൊണ്ട് തന്നെ നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും കർത്താവ് മായ്ച്ചു കളയും. എങ്ങനെ ജീവിച്ചാലും രക്ഷ ഭദ്രമാണെന്ന് പുസ്തകം പഠിപ്പിക്കുന്നില്ല. ദുരുപദേശം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ ഓർത്തുകൊള്ളണേ. പാപത്തിൽ തുടരുന്ന പക്ഷം നിന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്നും ദൈവം മായ്ച്ചു കളയും. എന്റെ കുഞ്ഞുങ്ങളെ, ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ജീവപുസ്തകത്തിൽ പേരുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഉറപ്പ് പ്രാപിക്കണം. സ്തോത്രം. മോശയുടെ 2-ാമത്തെ പ്രാർത്ഥന പുറപ്പാട് 33 കാണാം 14 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവസാന്നിധ്യം നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് പറയും, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. വന്നാലോ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവം പോകാത്തൊരു സ്ഥലത്തും ദൈവകുഞ്ഞുങ്ങളെ നമുക്ക് പോകണ്ട. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അതായിരിക്കണം ദൈവകുഞ്ഞുങ്ങളുടെ തീരുമാനം. എത്ര മികച്ചതായാലും മൂല്യമുള്ളതായാലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ദൈവകുഞ്ഞുങ്ങൾക്കുണ്ടാകണം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെ തൃണസമാനം വലിച്ചെറിഞ്ഞവൻ, ഈജിപ്ഷ്യൻ ഭരണാധികാരി എന്നുള്ള മഹത്വമർന്ന പദവി തൃണവൽഗണിച്ചവൻ. അതുകൊണ്ടാണ് മണ്ണിലുള്ളതിനേക്കാൾ അധികം നല്ലത് സ്വർഗത്തിലുണ്ടെന്ന് മോശ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മോശയുടെ 3-ാമത്തെ പ്രാർത്ഥന നോക്കൂ. ആവർത്തന പുസ്തകത്തിലാണ് 3-ാം അധ്യായം 23 മുതൽ. ദൈവത്തിന് മഹത്വം. ഭക്തന്മാർ ഭയത്തോടെ കണ്ണുനീരോ
ഭക്തിയോടെ ഈ വിഷയം ധ്യാനിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് കിടന്ന് കെഞ്ചി പ്രാർത്ഥിക്കുന്ന 120 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ മോശ എന്താ തന്റെ പ്രാർത്ഥന? ദൈവമേ, ഞാൻ ആ നല്ല ദേശം ഒന്നുപോയി കാണട്ടെ, അതിനെന്നെ അനുവദിക്കണം. മോശ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്താ കാരണം? ജീവിതത്തിൽ വന്ന പിഴവ് നിമിത്തം ദൈവം പറഞ്ഞു, നീ അവിടെ പോകത്തില്ല. മോശ കെഞ്ചിക്കരയാണ്, ഞാൻ ഒന്ന് പോയി കണ്ടുകൊള്ളട്ടെ. കഴിഞ്ഞ 40 വർഷം നല്ല ദേശം എന്ന വിഷയം പ്രസംഗിച്ച് ജനത്തെ നടത്തിയവനാണ് ഞാൻ. അഭിഷിക്തന്മാരെ, നമ്മുടെ പ്രസംഗ വിഷയവും മനോഹര ദേശമാണ്. പളുങ്കു നദിയും കണ്ണാടിക്കല്ലും തങ്കത്തിന് വീതിയും ജീവജല നദിയും ജീവവൃക്ഷവും തുടങ്ങി സകല സന്തോഷത്തിന്റെയും സംഗമസ്ഥാനമായ നല്ല ദേശമല്ലേ നമ്മുടെയും പ്രസംഗ വിഷയം? ഇക്കാലം അത്രയും മനോഹര ദേശത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഞാനും നീയും അവിടെ പോവുകയില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ സ്ഥിതി എത്ര ദയനീയമായിരിക്കും. ആ നല്ല ദേശം പോയി കാണാൻ എന്നെ അനുവദിക്കണം. അതായിരുന്നു മോശയുടെ പ്രാർത്ഥന. എന്താ ദൈവത്തിന്റെ മറുപടി? ഇനി ആ കാര്യത്തെക്കുറിച്ച് നീ മിണ്ടരുത്. സ്തോത്രം. പിസ്ഗായുടെ മുകളിൽ നിന്ന് വേണമെങ്കിൽ ആ ദേശം ഒന്ന് കണ്ടുകൊള്ളുക. അവിടെ നിന്ന് കണ്ടു കണ്ണടച്ചോണം. നീ അവിടെ പോകത്തില്ല. ദീർഘവർഷങ്ങൾ കർത്താവിന്റെ പേരിൽ അധ്വാനിച്ചിട്ടും നല്ല ദേശത്ത് പോകാൻ ഒത്തില്ലെങ്കിൽ അതിൽ പരം അരിഷ്ടതയുണ്ടോ? കാദേശിൽ വെച്ച് ദൈവകൽപ്പനയ്ക്ക് അപ്പുറത്തായി ഞാനെന്ന ഭാവം ഉയർന്നു വന്നതാ തകർച്ചയ്ക്ക് കാരണം. സംഖ്യാപുസ്തകം 20:7 കാണാം. സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺക പാറയോട് കൽപ്പിക്ക. അതായിരുന്നു ദൈവകൽപ്പന. എന്നാൽ അത് വെള്ളം തരും. എന്നാൽ 10-11 വാക്യം നോക്കൂ. എന്നാൽ മോശയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? മത്സരികളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് പാറയെ 2 പ്രാവശ്യം അടിച്ചു. ഈ പ്രകടനത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പാറയോട് കൽപ്പിച്ചാൽ മതിയായിരുന്നു. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ 2 പ്രാവശ്യം അടിക്കുന്ന മോശ, കുഞ്ഞെ, നിന്നോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ മതി. അധികമായി സ്വയത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ പരിണിതഫലം വലുതായിരിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു 106:32 അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. വിവേകത്തോടും പരിജ്ഞാനത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചു മാത്രം സംസാരിക്കേണ്ട ശുശ്രൂഷകൻ അവിവേകം സംസാരിച്ചതിന്റെ ഫലം നല്ല ദേശം നഷ്ടമായി. മോശയുടെ 4ാമത്തെ പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയം. തന്റെ സഹോദരനായ അഹരോന്റെ മരണസമയത്ത് മോശ ചെയ്ത പ്രാർത്ഥന. അതാണ് 90-ാം സങ്കീർത്തനം. സംഖ്യാപുസ്തകം 22 അധ്യായം വാക്യം മുതൽ ഈ സംഭവം നമുക്ക് കാണാം. ഹോർ പർവ്വതത്തിലാണ് ഇത് നടക്കുന്നത്. ഇസ്രായേൽ ജനം പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തിയപ്പോൾ ദൈവം മോശയോട് പറയുന്നു, അഹരോൻ ഇവിടെ അസ്തമിക്കുകയാണ്. പക്ഷേ ദൈവപ്രവൃത്തി ഇവിടെ തീരത്തില്ല. നീ അഹരോന്റെ മകനെ അവന് പകരം അഭിഷേകം ചെയ്യണം. അഹരോനെയും മകനായ എലയാസറിനെയും കൂട്ടി പർവ്വതത്തിന്റെ മുകളിലേക്ക് വരിക. ദൈവകൽപ്പന പ്രകാരം മോശ അഹരോനെയും എലയാസറിനെയും കൂട്ടിക്കൊണ്ട് പർവ്വത മുകളിലേക്ക് കയറിപ്പോയി. മരിക്കാൻ താൻ പോകുന്നെന്നുള്ള ബോധ്യത്തോടെ 123 വയസ്സുള്ള അഹരോൻ മല കയറുന്നത്. അപ്പോൾ തന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ കടന്നുപോയിരിക്കും നമുക്കറിയില്ല. പർവ്വത മുകളിലെത്തിയപ്പോൾ മോശ അഹരോൻ ധരിച്ചിരുന്ന പൗരോഹിത്യ വസ്ത്രമഴിച്ച് അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. മകൻ കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അഹരോൻ കണ്ണടച്ചത്. സ്തോത്രം. പ്രധാന സ്ഥാനം വഹിക്കുന്നവർ മരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, അനുശോചനത്തിന് നികത്താനാവാത്ത വിടവ. വെറുതെ മക്കളെ, അഹരോൻ മരിച്ചാലും കർത്താവിന്റെ വേല മുടങ്ങത്തില്ല. എലയാസറിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഏലിയാവ് മരിച്ചാലും കർത്താവിന്റെ വേല മുടങ്ങത്തില്ല. ഇരട്ടി അഭിഷേകത്തോട് എലീശയെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിച്ചാൽ അഭിഷിക്തനെ കല്ലെറിയാൻ നേതൃത്വം കൊടുത്തവനെ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവം എഴുന്നേൽപ്പിക്കും. മോശ മരിച്ചാലും കർത്താവിന്റെ പ്രവൃത്തി മുടങ്ങത്തില്ല. യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കും. സുവിശേഷകൻ മരിക്കും, പക്ഷേ സുവിശേഷം മരിക്കത്തില്ല. അഹരോന്റെ മരണസമയത്ത് മോശ നടത്തിയ ഈ പ്രാർത്ഥന ജനലക്ഷങ്ങളെ ഇന്നും പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം, ദൈവമേ, ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ആർക്കാ ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കുന്നത്? 1-2 വാക്യങ്ങൾ നോക്ക്. സത്യദൈവം അനാദിയായുള്ളവൻ, സ്തോത്രം, ഗോഡ് ഈസ് ഇറ്റേണൽ, ശാശ്വതവാസിയായവൻ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവൻ. ഈ ബോധ്യത്തിൽ അവനെ ആരാധിക്കുമെങ്കിൽ ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കും. അനശ്വരനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മെ ജ്ഞാനമുള്ള ഹൃദയത്തിന് ഉടമയാക്കും. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച ദൈവം, അനാദിയായും ശാശ്വതവാസിയുമായ ദൈവം, ഇരിക്കുന്നവനും വരുന്നവനും വരുന്നവനുമായ ദൈവം, സകലത്തെയും വാക്കുകൊണ്ട് വിളിച്ചു വരുത്തി ജഗത് നിയന്താവാണ്, പ്രപഞ്ച സൃഷ്ടാവ്. ഈ തിരിച്ചറിവ് ജ്ഞാനമുള്ള ഹൃദയം നൽകുന്നതാണ്.
എന്റെ കുഞ്ഞുങ്ങളെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അനുകൂലമല്ലെങ്കിലും അവൻ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. വെള്ളം തണുത്തുറഞ്ഞു കിടന്നാലും പ്രപഞ്ചം ഇരുട്ടിലാണ്ട് കിടന്നാലും പാഴും ശൂന്യമായി തീർന്നാലും റീക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ദൈവം. തകർന്നു കിടക്കുന്ന അവൻ ജീവിതമേ, കുഴഞ്ഞുപോയ ദൈവവൈതലേ, സാഹചര്യം എത്ര വൈഷമ്യം നിറഞ്ഞതായാലും അതിൽ നിന്ന് നിന്നെ പണിതെടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവം ജീവിക്കുന്നു. ഇരുട്ട് മൂടിക്കിടന്നാലും പ്രതികൂലത്തിന്റെ വെള്ളത്തിൽ ആണ്ടുകിടന്നാലും ഉയർത്തിക്കൊണ്ടുവന്നു ഫലഭൂയിഷ്ടമാക്കുന്ന ദൈവപ്രവൃത്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ജ്ഞാനമുള്ള ഹൃദയം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം 3 മുതൽ 6 വരെ വായിക്കണം. 90-ാം സങ്കീർത്തനം. ജ്ഞാനമുള്ള ഹൃദയം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യം 3 മുതൽ 6 വരെ. മനുഷ്യൻ ക്ഷണികനാണെന്ന് തിരിച്ചറിയുന്നു, നീ ഇവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഒരു ഉറക്കം പോലെ അത്രേ, രാവിലെ മുളച്ചു വന്ന് വൈകുന്നേരം വാടിപ്പോകുന്ന പുല്ലുപോലെയാണ് മനുഷ്യൻ. ഇത് ജ്ഞാനമുള്ള ഹൃദയം നൽകുന്ന അറിവാണ്. യോബ് പറയുന്നു 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീ പ്രസവിച്ചവൻ അല്പായുസുള്ളവൻ, പൂ പോലെ വിടർന്നു കൊഴിഞ്ഞു പോകുന്നവൻ, നിഴൽ പോലെ ഓടിപ്പോകുന്നവൻ. 5-ാം വാക്യം നോക്ക്, അവന്റെ ജീവകാലത്തിന് അവധി വെച്ചിട്ടുണ്ടല്ലോ. മക്കളെ, 50-100 വർഷത്തേക്ക് പദ്ധതി നിനക്ക് തയ്യാറാക്കാം, പക്ഷേ ദൈവം നിന്റെ ജീവകാലത്തിന് അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവ് നൽകുന്നത് ജ്ഞാനമുള്ള ഹൃദയമാണ്. മനുഷ്യൻ ക്ഷണികനാണ്, മൃതിക്കധീനനാണ്, ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയാണ്. ഈ തിരിച്ചറിവ് നൽകുന്നത് ജ്ഞാനമുള്ള ഹൃദയമാണ്. പ്രാർത്ഥിക്കണം, എനിക്ക് നാളുകളെ എണ്ണാൻ ജ്ഞാനമുള്ള ഹൃദയം തരണം. സ്തോത്രം. ഇനി 10-12 വാക്യം നോക്കൂ. എന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് വേഗം തീരുകയും ഞാൻ പറന്നു പോവുകയും ചെയ്യും. ഈ തിരിച്ചറിവ് ജ്ഞാനമുള്ള ഹൃദയം നൽകുന്നതാണ്. നാളുകളെ എണ്ണാൻ എന്നെ പഠിപ്പിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? സമയത്തിന്റെ വിലയറിഞ്ഞ് ജീവിക്കണം. ആയുസ് പാഴാക്കി കളയാതിരിക്കാൻ ജ്ഞാനമുള്ള ഹൃദയം തരണം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിൽ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നുണ്ട്. അതിനുമുമ്പ് വേല തികയ്ക്കുന്ന ഭക്തന്മാരായി മാറണം. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. ദൈവവചനമെന്ന കലപ്പ് കൊണ്ട് ജനഹൃദയങ്ങളെ ഉഴുതുമറിച്ചു നിത്യതയുടെ വിത്ത് വിതയ്ക്കുന്ന അഭിഷിക്തന്മാരെ, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. ജീവിതത്തിൽ 1-ാം സ്ഥാനം എന്തിനായിരിക്കണം? സങ്കീർത്തനക്കാർ 27-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നു, യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അതാ പ്രധാനം, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. എണ്ണിപ്പറയാൻ അപേക്ഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ പരമപ്രധാനം എനിക്ക് രക്ഷകന്റെ പൊന്മുഖം കാണണം. ഭരണം പോകാതെ നോക്കണം, കിരീടം നഷ്ടമാകരുത്, 90 വയസ്സ് കഴിഞ്ഞാലും കസേര വിട്ടുകൊടുക്കാൻ ഇടയാക്കരുത്. അപേക്ഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ആത്മീകന് പരമപ്രധാനമായത് ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മനോഹരത്വം എളിവന് കാണണം. മതതീവ്രവാദികൾ ചുറ്റും നിന്ന് ആക്രോശിച്ച് കല്ലെറിയുമ്പോഴും സ്തെഫാനോസ് പറയുന്നു, ഞാൻ എന്റെ പ്രിയന്റെ പൊന്നുമുഖം കാണുന്നു, ഞാൻ പ്രസംഗിച്ചവനെ ഞാൻ കാണുന്നു, ഞാൻ ആരാധിച്ചവനെ കാണുന്നു, എന്റെ രക്ഷകനെ ഞാൻ കാണുന്നു, എന്റെ മണവാളിനെ ഞാൻ കാണുന്നു. ഇന്ന് നാം കണ്ണാടിയിൽ കടപൊഴിയായി കാണുന്നു. മക്കളെ, അന്ന് നാം കാണേണ്ടതുപോലെ തന്നെ അവനെ കാണും. കഷ്ടതയിലൂടെ കടന്നുപോകും ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നുണ്ട്, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായ രക്ഷകനെ കാണാൻ കഴിയുന്നുണ്ടോ? ഈ ദുഷ്ടലോകത്ത് കഷ്ടത അനുഭവിക്കുമ്പോൾ മക്കളെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ വീണ്ടെടുപ്പുകാരന്റെ പൊന്മുഖം ഹൃദയദൃഷ്ടിയിൽ ഒളിമങ്ങാതെ തിളങ്ങി വിളങ്ങി നിൽക്കണം. ലൂക്കോസ് 10:42. മറിയ അധികം നല്ലത് തെരഞ്ഞെടുത്തു. കുഞ്ഞെ, അധികം നല്ലത് ദൈവവചനമാണ്, നല്ല അംശമാണ് ദൈവവചനം. കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം ശ്രദ്ധിച്ച മറിയയെക്കുറിച്ചാണ് പറയുന്നത്. അവൾ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയോറിറ്റി ദൈവവചനത്തിന് മുഖ്യസ്ഥാനം കൊടുക്കണം. ദൈവമുഖം കാണാൻ മുഖ്യസ്ഥാനം കൊടുക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വചനം വായിക്കുന്ന കാര്യമല്ല, ജീവകാലം മുഴുവനും മക്കളെ ദൈവവചനം നിന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഫിലിപ്പിയർ 3:14 പൗലോസ് പറയുന്നു, നോക്ക്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് മുഖ്യം ഇതാണ്, പിൻപിലുള്ളതൊക്കെ മറക്കുകയാണ്, മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുകയാണ്, മുന്നോട്ട് ആഞ്ഞോടുകയാണ്. എങ്ങോട്ടാ ഞാൻ ഓടുന്നതെന്നറിയാമോ? പരമവിളിയുടെ വിരുദിലേക്കാ. എനിക്ക് ഇനി പുറകോട്ട് നോക്കാനാവില്ല. ലാഭമായതൊക്കെ ഛേദമെന്നെണ്ണി പിൻപിലുള്ളതൊക്കെ മറന്ന് മുമ്പിലേക്ക് ലാക്കിലേക്ക് ഓടുകയാണ്. എന്റെ ലക്ഷ്യം പരമവിളിയുടെ ലാക്കിലേക്ക്, കേന്ദ്രത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മുഖ്യ വിഷയങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നാളുകളെ എണ്ണുവാൻ പഠിക്കുന്നത്. 90-ാം സങ്കീർത്തനത്തിൽ മോശ നടത്തുന്ന പ്രാർത്ഥനയുടെ 4-ാം ഭാഗം നോക്കുക, 13 മുതൽ 16 വരെയുള്ള. യഹോവേ മടങ്ങി വരണമേ. അനുനിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, യഹോവേ മടങ്ങി വരണം, വീണ്ടെടുപ്പുകാരനെ മടങ്ങി വരണം. ആമേൻ. കർത്താവേ യേശുവേ വരണമേ. കർത്താവേ, അടിയങ്ങളോട് സഹതാപം തോന്നണം.
നൽകണം. അടുത്ത കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണം. ഈ മണ്ണിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് പ്രതിഫലം നൽകി ഞങ്ങളെ മാനിക്കണം. കുഞ്ഞെ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നതിനാണ് താങ്കളെങ്കിൽ ദൈവത്തിന്റെ പ്രതിഫലം നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ കാണും. കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നത് താങ്കൾ കാണും. അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടും നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ കണ്ണുനീരോടെ വിതച്ചതിന്റെ ഫലം നിന്റെ മക്കൾ ആർപ്പോടെ കൊയ്തെടുക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്തു. മോശെ തന്റെ സഹോദരനായ അഹരോന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ആശീർവാദത്തിലേക്ക് വരികയാണ്. എലിയാസറും മോശയും ചേർന്ന് അഹരോന്റെ മൃതദേഹം സംസ്കരിച്ചു. ആ മൺകൂനക്കരികിൽ നിന്നുകൊണ്ട് മോശ പ്രാർത്ഥിക്കുന്നു. 17-18 വാക്യങ്ങൾ. യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കണം. ദൈവപ്രസാദമില്ലാതെ 120 കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ണിൽ അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ദീർഘവർഷങ്ങൾ കർത്താവേ നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തിട്ട് അനുഭവങ്ങളുടെ കൂമ്പാരങ്ങളുമായി അവൻ നിത്യതയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് കേൾക്കാതിരിക്കാൻ എന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. എന്റെ വേലയെ അങ്ങ് മാനിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നാൾ ഈ മണ്ണ് വിട്ടുപോകണമെന്നുള്ള ഓർമ്മയോടെ ജീവിക്കുമ്പോഴാ ജ്ഞാനമുള്ള ഹൃദയം ലഭിക്കുന്നത്. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത് വൃഥാവിലാകരുത്. നമ്മുടെ നാളുകളെ എണ്ണി അറിഞ്ഞ് ജീവിതം നയിക്കണം. ദൈവത്തിന് സ്തോത്രം. നാളുകളെ എണ്ണുക. ദാവീദ് തന്റെ നാളുകളെ എണ്ണി മനസ്സിലാക്കുന്നുണ്ട്. 1 ശമൂവേൽ 20:3 നോക്കൂ. ദാവീദ് പറയുന്നുണ്ട്, എനിക്ക് മരണത്തിനു മധ്യേ ഒരടി അകലമാലം. ആയുസിന്റെ നീളം പറയുക, ഒരടി അകലം. എനിക്ക് മരണത്തിനു മധ്യേ ഒരടി അകലം. ഹൃദയം കുറച്ചുകൂടെ ഏകാഗ്രമാക്കുമ്പോൾ 39:5 ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഒരടിയൊന്നുമില്ല, 4 വിരൽ നീളം മാത്രം. ഹൃദയം വീണ്ടും ദൈവസ്നേഹത്തിൽ നിറയുമ്പോൾ മനസ്സിലാകുന്നു 114:4 മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ. 4 വിരൽ നീളവുമില്ല, ഒരു ശ്വാസം മാത്രം. അത് 39-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ എത്ര ക്ഷണികൻ, അതേ ഒരു ശ്വാസവുമില്ല, ക്ഷണനേരത്തേക്കുള്ളവൻ. മോശ പറയുന്നു, 90-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം, ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. അത്രേ ഉള്ളൂ. ആ ബോധ്യം വേണം. ഒരു നെടുവീർപ്പിന്റെ അകലമേ ഉള്ളൂ ദൈവപൈതലേ നമ്മുടെ ആയുസ്സിന്. കുഞ്ഞെ, ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് കടന്നു പോകേണ്ടവരാണ് നാം എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. നാളുകൾ എണ്ണി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു എന്നും പറയണം. എനിക്ക് മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രം. ആമേൻ, ഹല്ലേലൂയ. എന്റെ ആയുസ് 4 വിരൽ മാത്രം നീളമുള്ളതാണ്. ആമേൻ. ഞാനൊരു ശ്വാസം മാത്രമാണെന്നുള്ള ബോധ്യം, ഒരു നിഴലാണെന്നുള്ള ബോധ്യം, ഒരു നെടുവീർപ്പ് പോലെയാണെന്നുള്ള ബോധ്യം. ആമേൻ. ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യാൻ മടിക്കാത്തത്. ലോക മനുഷ്യൻ മരണത്തെ ഭീതിയോടെ നോക്കുമ്പോൾ നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അത് വേഗം തീരും. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഞങ്ങൾ ഈ മണ്ണിൽ കൊഴിഞ്ഞു പോകുമെന്നല്ല, കഴിഞ്ഞു പോകുമെന്നല്ല, തീർന്നു പോകുമെന്നല്ല, ഒടുങ്ങിപ്പോകുമെന്നല്ല, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. രക്ഷാനിർണയം പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ, ജ്ഞാനമുള്ള ഹൃദയത്തിൽ എങ്ങോട്ടാണ് പോകുന്നുള്ള ബോധ്യമുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം എങ്ങനെയുള്ളതെന്ന് കൊണ്ടുപോകുന്നവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുമ്പേ പോയ വിശുദ്ധന്മാരെ ജീവനോടെ ശേഷിക്കുന്ന നമ്മളും ഒരുമിച്ച് കാണുന്ന സുന്ദര ദിനം വരാൻ പോകുന്നു. അബ്രഹാം ആദിയായ പഴയ വിശുദ്ധന്മാരെ, അവൻ വിശ്വാസവീരന്മാരെ, പ്രവാചക ശ്രേഷ്ഠന്മാരെ, അപ്പോസ്തലന്മാരെ ഒക്കെ ഞാൻ കാണുന്ന ദിവസം വരുന്നു. കണ്ടാൽ ഇവരൊക്കെ തിരിച്ചറിയുമോ? കഴിയുമെന്നുള്ളത് ഉറപ്പാ. കാരണം ഞെട്ടി ഉണർന്ന് പത്രോസ് ഒരിക്കൽ മറുവമലയിൽ വെച്ച് നോക്കിയപ്പോ മോശയും ഏലിയാവിനെയും കണ്ട് തിരിച്ചറിഞ്ഞെങ്കിൽ തീർച്ചയാ ദൈവമക്കളും തിരിച്ചറിയും. ആദാം മുതലുള്ള സകല വിശുദ്ധന്മാരും വന്ന് മക്കളെ നമ്മോട് ചിരപരിചിതരെ പോലെ സംസാരിക്കും. അതേ കുഞ്ഞെ, കർത്താവ് അവൻ വരാൻ സമയമായിരിക്കുന്നു. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ദൈവമക്കൾ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ കാലമായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ഈ ആയുസ് വേഗം തീരുമെന്ന് തിരിച്ചറിയാൻ ജ്ഞാനമുള്ള ഹൃദയം തരണം. നാം ദൈവം നിത്യരാണെന്നും ഞങ്ങൾ മൃതിക്ക് അധീനരാണെന്നും തിരിച്ചറിയാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം തരണം. പരിശുദ്ധാത്മാവ് നൽകിയതാണ് മക്കളെ ഈ സന്ദേശം. ഈ വചനം കേട്ടവരിൽ ആരെങ്കിലും ദൈവപുത്രനായ ക്രിസ്തുവിനോട് ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അറിയുക, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളാത്തവർ വേരും കൊമ്പും ശേഷിക്കാതെ കത്തിപ്പോകുമെന്നറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വരിക. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരിൽ ആരെങ്കിലും ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് താങ്കളെ ക്ഷണിക്കുകയാ. യേശുവിലേക്ക് വരിക.
കർത്താവിനെ രക്ഷിതാവായി ഏറ്റെടുത്താൽ പ്രാണപ്രിയനോട് കൂടെ സ്വർഗീയാനന്ദം അനുഭവിക്കും. ഇല്ലെങ്കിൽ നിത്യ നരകത്തിൽ എരിയാനുള്ള വിറകായി മാറും. അത് മാത്രമാണ് ഏക പ്രതീക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. നിനക്ക് വേണ്ടി ചോര ചിന്തിയവൻ നിന്നെ വിളിക്കുകയാണ്. ഒരു വാക്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ നിങ്ങളുടെ മകനായി തീരാൻ ആഗ്രഹിക്കുന്നു, മകളായി തീരാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ എഴുതണമേ. നീ വരുമ്പോൾ എന്നെയും ചേർക്കണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്ക്. കർത്താവ് നിന്നെ തന്റെ കരം കൊണ്ട് ആശ്ലേഷിക്കും. ദൈവത്തിന് സ്തോത്രം. നിത്യകൂടാരത്തിൽ നിന്നെ അവൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനൊരുക്കിയ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് മേഘപ്രത്യക്ഷതയ്ക്കായി നമുക്ക് കാതോർത്തിരിക്കാം. കർത്താവിന്റെ ആലോചന പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ചത് ഇളയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർത്താലും നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി അറിയിക്കണം. നമ്പർ ഞാൻ ഓർപ്പിക്കാം: 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 90721409.